ഹായ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCS 219 യൂണിറ്റ് 1 ആണ്. യൂണിറ്റ് 1 നമുക്ക് എന്താ പഠിക്കുന്നത് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിന് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഒബ്ജക്റ്റ് ഓറിയന്റഡ് എന്നുള്ള കൺസെപ്റ്റ് എന്താന്ന് ഒരുവിധം എല്ലാവർക്കും നമുക്ക് അറിയാം അല്ലെ. നമ്മുടെ ഡിഗ്രി ബേസിസിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഒബ്ജക്റ്റ്, എന്താണ് ക്ലാസ്, അതുപോലെ തന്നെ എന്താണ് അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, ഈ ടേംസുകളൊക്കെ നമുക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഓക്കെ, അതിനെ ബേസിസിലാണ് നമുക്ക് ഈ ഒരു യൂണിറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് മോഡലും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈൻ, OOAD എന്നാണ് നമ്മൾ അതിനെ ഷോർട്ട് ആയിട്ട് പറയാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചിലപ്പോൾ OOAD എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈനിൽ നിന്ന് കൺസിഡർ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് നോക്കാം. ഈ പേര് പോലെ തന്നെ അനാലിസിസ് ആൻഡ് ഡിസൈനിങ് ആണ് അവിടെ നടക്കുന്നത്. ഈസ് ആൻ അപ്രോച്ച് ഫോർ ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർ സിസ്റ്റംസ്. അപ്പൊ എന്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്? സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ? യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ്. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ടൈപ്പ് സോഫ്റ്റ്വെയർസിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈനിങ് എന്ന് പറയുന്നത്. OOAD എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ഫസ്റ്റ് സ്റ്റേജ് ആണ് അല്ലെ, അനലൈസ് ചെയ്ത് വെക്കുക. അതിനുശേഷമാണ് നമുക്ക് അതിനെ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ദ പ്രൈമറി ടെക്നിക് സ്റ്റെപ്പ് ഇൻ ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർ സിസ്റ്റം യൂസിങ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് അപ്രോച്ച്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് അപ്രോച്ച് യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ പ്രൈമറി സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ബേസിക് ആയിട്ടുള്ള നോട്ടേഷൻസ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസിന്റെ ബേസിക് ആയിട്ടുള്ള നോട്ടേഷൻസും പ്രിൻസിപ്പിൾസും ഒക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലിംഗ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റിംഗ് ഓറിയന്റേഷൻ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് ഒബ്ജക്ട്സ് ഓറിയന്റേഷൻ, അതിൽ ഏതൊക്കെയാണ്? ക്ലാസ്, ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, ക്ലാസ്, ഒബ്ജക്റ്റ്, അസോസിയേഷൻ, ലിങ്ക്സ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ജനറലൈസ് ചെയ്തിട്ടുള്ള ഇൻഹെറിറ്റൻസും ജനറലൈസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് ഒക്കെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലിംഗ്, അതിനെ കുറിച്ചുള്ള കുറച്ച് മോഡൽസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നോക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ ആണ്. അപ്പൊ ഇതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈനിങ് ആണ്. ഓക്കെ, OOAD എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈനിങ്. എന്താണ്? ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസിന്റെ, അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട്. അപ്പൊ 1980s ഏർലി 90s ഒക്കെ ആയിരുന്നു ഈ ഒരു അപ്രോച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലിംഗ്, അതായത് ഒബ്ജക്റ്റ് മോഡലിംഗ് ടെക്നിക് OMT ആൻഡ് ബൂച്ച് മെത്തഡോളജി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു അപ്രോച്ച് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസ്, ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന ഫേമസ് ആയിട്ടുള്ള ആളാണ് ഐവർ ജാക്സൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ ഓർഡറിലാണ് പോകുന്നത്. കാരണം എന്താണ്? ഇതിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ എന്താണ്? അനലൈസിങ് ഫേസ് ആണ് നടക്കുന്നത്. അനലൈസിങ് ഫേസ് കഴിഞ്ഞ് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കിട്ടിയിരിക്കുന്ന കണ്ടന്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആദ്യം തന്നിരിക്കുന്ന റിക്വയർമെന്റ്സ് അത് യൂസ് ചെയ്ത് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യുന്നു. അങ്ങനെയാണ് നോർമലി അതൊരു സീക്വൻഷ്യൽ ഓർഡറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ഈ ഒരു ഐവർ ജാക്സൺ എന്ന് പറഞ്ഞ ആള് എന്താണ്? യൂസ് കേസ് ഡയഗ്രാം ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1992 യൂസ് കേസ് ഡയഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു റിക്വയർമെന്റ് ഗാദറിങ്. ആദ്യം നമ്മൾ എന്താണ്? നമുക്ക് നീഡ്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള നീഡ്, അത് നമ്മുടെ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ, നമുക്കിപ്പോ ഒരു ക്ലയന്റ് നമുക്ക് തരാണ്, നമ്മുടെ അടുത്ത് പറയാണ് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ എനിക്ക് ഡെവലപ്പ് ചെയ്ത് തരണം. ഓക്കെ, അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരു ക്ലിനിക്, ഒരു ആയുർവേദ ക്ലിനിക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്? ഇപ്പൊ ഒരു ക്ലയന്റ് വന്നിട്ട് പറയാണ് ഞങ്ങളുടെ ക്ലിനിക് ഇങ്ങനെയാണ്, അപ്പൊ ഞങ്ങള് ഇത്ര നാൾ, ഇത്ര വർഷം ഞങ്ങൾ അത് മാനുവൽ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുറച്ച് സ്റ്റാഫുകളൊക്കെ ഇപ്പൊ ഷോർട്ടേജ് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എന്താണ്? അതിനൊന്ന് ഓട്ടോമേഷൻ ചെയ്ത് തരണം. കാരണം ഇത്രയും ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് മെമ്പേഴ്സ് മാത്രമേ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ.
എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറയാണ് ക്ലയന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു യൂസറിന്റെ നീഡിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? റിക്വയർമെന്റ്സ് കളക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താണ്? എത്ര സ്റ്റാഫ് ഉണ്ടായിരുന്നെന്ന് ആദ്യം നമ്മൾ നോക്കണം. അല്ലേ? അതുപോലെ തന്നെ എത്ര ഡോക്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു? ആ ഒരു ക്ലിനിക് എന്ന് സ്റ്റാർട്ട് ചെയ്ത് തൊട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും രജിസ്റ്ററിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഗ്യാദർ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ആ പെർട്ടിക്കുലർ കൺസെപ്റ്റ് നമ്മൾ അവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് അല്ലെ? അതിനാണ് നമ്മൾ റിക്വയർമെന്റ് അനാലിസിസ് അല്ലെങ്കിൽ റിക്വയർമെന്റ് ഗ്യാദറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഈ കിട്ടിയിരിക്കുന്ന കണ്ടന്റുകളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സെർവർ ആയിട്ടുള്ള നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ആരാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യണം? ആ ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റിനെ അനലൈസ് ചെയ്യുന്നു അല്ലെ? ഈ ഒരു ക്ലിനിക്കിൽ ഇത്രയും മെമ്പേഴ്സ് ഉണ്ട്, ഇത്രയാണ് ഡോക്ടേഴ്സ് ഇന്ന സമയത്ത് വരുന്നുണ്ട്. അപ്പൊ ഡോക്ടേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ നമ്മള് ക്രിയേറ്റ് ചെയ്യുന്ന ആളുടെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറിന്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ അത് എന്ത് ചെയ്യുന്നത്? ഡോക്ടർ ബുക്കിംഗ് തൊട്ട് അതേപോലെ പേഷ്യൻസിനെ ബുക്ക് ചെയ്യുന്നത് തൊട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യണത് അല്ലെ? അപ്പൊ ഏതൊക്കെ പേഷ്യൻസിന് ഏതൊക്കെ സമയത്ത് വരണം എന്നുള്ള രീതിയിൽ നമ്മൾ ആ സ്ക്രീനിലെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം അല്ലെ? അപ്പൊ നമ്മളിപ്പോ നോർമലി ഇപ്പൊ ഒരു ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലിനിക്ക് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ? ക്ലിനിക്കിന്റെ ക്ലിക്ക് നമ്മൾ ജസ്റ്റ് ആ പേര് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ നമുക്കത് തുറന്നു കഴിഞ്ഞാൽ ഇപ്പൊ റാണി മേനോൻ ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഒരു ഐ കെയറിന്റെ ഒരു ഹോസ്പിറ്റലാണ്. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ? ഡോക്ടർ റാണി മേനോൻ. അപ്പൊ നമ്മൾ എന്താണ് ഐ കെയറിന് വേണ്ടി നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്യുന്നു. അത് അടുത്ത് നിയറസ്റ്റ് ലൊക്കേഷൻ നമ്മുടെ ഏതാണെന്ന് നമ്മൾ ഫസ്റ്റ് നോക്കും. പിന്നെ അതിനുശേഷം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേയ്സിൽ അവിടെ ഡോക്ടേഴ്സിന് ബുക്കിംഗ് അവൈലബിൾ ആണോ എന്ന് നമ്മൾ നോക്കും അല്ലെ? അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ സ്ലോട്ട് ഇപ്പൊ നമ്മൾ കൊറോണ സീസണിലൊക്കെ ഇങ്ങനെ വാക്സിനേഷൻ എടുത്തത് ഇതുപോലെ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടാണ് അല്ലെ? എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മൾ അറിയാത്ത ആൾക്കാർ വരെ നമ്മൾ ഫോണിൽ നമ്മൾ എന്താണ് ജസ്റ്റ് അവരിന്നെ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ന രീതിയിൽ അത് ക്ലിക്ക് ചെയ്ത് അതിൽ നമ്മുടെ ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ഇന്ന ദിവസത്തേക്ക് വാക്സിനേഷന് വേണ്ടിയിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അല്ലെ? എല്ലാതും ഓട്ടോമേഷൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ OOAD എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു ജാബ്സൺ ആദ്യം എന്താ ചെയ്തത്? യൂസ് കേസ് ഡയഗ്രം യൂസ് ചെയ്തിട്ട് അതിനകത്താകുമ്പോ എന്താണ് റിക്വയർമെന്റ് ഗ്യാദർ ചെയ്യുന്നു, then അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തതിനു ശേഷം നമ്മുടെ കയ്യിലൊരു കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കണം അല്ലെ? എന്നാൽ മാത്രമാണ് നമ്മുടെ ഒപ്പമുള്ള ഒരു കൊളീഗിനോ അല്ലെങ്കിൽ ഈ നമ്മൾ പറഞ്ഞ ഈ ക്ലയന്റിനോ യൂസ് ചെയ്യണമെങ്കിൽ അതൊരു ഡിസൈൻ ചെയ്തിട്ട് ഒരു സോഫ്റ്റ്വെയർ ആക്കി വെക്കണ്ടേ? അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഡിസൈൻ ചെയ്തു അതിനുശേഷം നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു അല്ലെ? ഡിസൈൻ ചെയ്ത് ആ കോഡിന് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് റൺ ചെയ്ത് കറക്റ്റ് ആണോ നോക്കുന്നു. അതിനുശേഷം നമ്മളത് ടെസ്റ്റിംഗ് ചെയ്യുന്നു. ടെസ്റ്റിംഗ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യുന്നു? ആ ഒരു ക്ലയന്റിന് അത് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു നോർമലി ഒരു ബേസിസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ജാബ്സൺ എന്ത് ചെയ്തു? ഇതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇന്ററാക്ഷൻ ഡയഗ്രാംസ്. ഇന്ററാക്ഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയഗ്രാം. ഓക്കെ. നമുക്ക് നമ്മുടെ എക്സിക്യൂട്ടിംഗ് ടൈമിൽ അതിന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഡയഗ്രത്തിനെയാണ് നമ്മൾ ഇന്ററാക്ഷൻ ഡയഗ്രാംസ് ആണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ട്രാൻസിഷൻസ് ഡയഗ്രാംസ്. ഇത്രയൊക്കെ റിയൽ ടൈം ഓപ്പറേഷൻസ് ഇന്ററാക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ റിയൽ ടൈമിൽ നമ്മൾ അതിനെ എന്താണ് ആക്സസിബിലിറ്റി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു എക്സിക്യൂഷന്റെ സമയത്ത് അതിനെ സ്റ്റേറ്റിന് ചേഞ്ചസ് ഒക്കെ വരുത്താനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ രണ്ട് ഓപ്ഷൻസ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒബ്ജക്റ്റ് മോഡലിംഗ് ടെക്നിക് ആണ്. ഒബ്ജക്റ്റ് മോഡലിംഗ് ടെക്നിക് നമ്മൾ OMT നമ്മൾ ഈ ഒരു ചാപ്റ്ററിന് ഉടനീളം നോക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് നമുക്ക് നോക്കാം. ഈസ് എ പ്രൊഡക്റ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ അപ്രോച്ച് ടു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. അപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്പിന്റെ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കേസ് ആണ് എന്തെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് മോഡലിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഈ ഒബ്ജക്റ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ അത് ഓൾമോസ്റ്റ് എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ ഫോക്കസിങ് വരുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് ആയിട്ടുള്ള എല്ലാതും വരുന്നുണ്ട്. ക്ലാസ് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ എല്ലാ കൺസെപ്റ്റുകളും അതിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ലാംഗ്വേജ് ഡിപ്പെൻഡൻസ് ആണ്. ഓക്കെ. അപ്പൊ അത് ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി പ്ലാറ്റ്ഫോമിൽ അത് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ. ഇനി അടുത്തത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈൻ ഈസ് എ വേ ടു ഡിസൈൻ സോഫ്റ്റ്വെയർ ബൈ തിങ്കിങ് ഓഫ് എവറിത്തിങ് ആസ് എൻ ഒബ്ജക്ട് സിമിലർ ടു റിയൽ ലൈഫ് തിങ്സ്. അതാണ് ഞാൻ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. നമ്മൾ ആധാർ കാർഡ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ കൊറോണ ടൈമിൽ നമ്മുടെ വാക്സിനേഷൻ ബുക്ക് ചെയ്തതും അങ്ങനെ റിയൽ ടൈമിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഓട്ടോമേഷൻ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്
ഒബ്ജക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് നമ്മൾ ഇനി OOAD എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ പ്രൊനൗൺസ് ചെയ്യുക. അപ്പൊ അത് എന്താണെന്നുള്ളത് ഒരു ഡൗട്ട് വരാനായിട്ട് പാടില്ല. ഓക്കെ, OOAD വാസ് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ സിസ്റ്റം നീഡ്സ് ടു ഡു. ഒരു മിനിറ്റ്. Then identify key object and finally decide how these objects will work together. Okay, അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ഇതിലെ കീ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു റിക്വയർമെന്റ്സ് എന്താണെന്നാണ് ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം അതിനെ ഡിസൈൻ ചെയ്ത് ഏത് രീതിയിലാണ് ഈ ഒരു ഒബ്ജക്റ്റിനെ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ കൊണ്ടുപോകുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ എ കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഊപ്സിന്റെ ബേസിസിലാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഊപ്സിന്റെ ബേസിസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഊപ്സിന്റെ, ഇപ്പൊ അബ്സ്ട്രാക്ഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഊപ്സിന്റെ കൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഓർമ്മയുണ്ടോ? അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു റിയൽ വേൾഡ് തിങ്സിൽ നിന്ന് നമ്മൾ, അതായത് റിയൽ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് നമ്മൾ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാണ് അല്ലെ. നമ്മുടെ കയ്യിലൊരു ക്യാപ്സ്യൂൾ പോലെ ഉണ്ടായിരിക്കുമല്ലോ, അതിന്റെ ഉള്ളിൽ കുറെ കാര്യം കണ്ടന്റ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ ചിപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ പോലെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻകാപ്സുലേഷൻ. അങ്ങനെ പല മെത്തേഡുകൾ ഉണ്ട് അല്ലെ. ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, റിയൽ വേൾഡ് തിങ്സിനാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ അതിന് ആ ഒരു സമയത്ത് പഠിച്ച എക്സാമ്പിൾ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഡോഗിന്റെ ഒക്കെ എക്സാമ്പിൾ പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതായത് ഇപ്പൊ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഡോഗിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റിന് നമുക്ക് എന്താണ് ബിഹേവിയർ ഉണ്ട്, ആട്രിബ്യൂട്ട്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഈ ഒരു ഡോഗിന്റെ സ്പാർക്കിംഗ് തൊട്ടിട്ട്, അതായത് ആ ഡോഗ് ബാർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിന്റെ ടെയിൽ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ ഓവറോൾ സ്ട്രക്ചർ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഒരു മനുഷ്യനെ എടുത്താലും ഏതൊരു വ്യക്തികളെ എടുത്താലും ഏതൊരു ഒബ്ജക്റ്റ് റിയൽ ലൈഫിൽ ഏത് എടുത്തു കഴിഞ്ഞാലും അതിനെന്താണ് ഒരു ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിന്റെ ബിഹേവിയർ ഉണ്ടായിരിക്കും. ഇതാണ് ഒബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ കുറച്ച് കൺസെപ്റ്റുകൾ നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ വീണ്ടും എടുത്ത് നമ്മുടെ ടൈം കളയുന്നില്ല. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഒരു ബേസിസ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ബേസിസിലാണ് എന്ത് പറയുന്നത്, OOAD എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈസ് an organized and systematic approach to design and develop software systems. നമ്മൾ പറഞ്ഞു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും ആയിട്ടാണ് ഇത് മെയിൻലി യൂസ് ചെയ്യണേ. ഓക്കെ, ഇനി അടുത്തത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് മെത്തഡോളജി. നമ്മൾ ഓൾറെഡി പറഞ്ഞു നേരത്തെ, OOMT. ഓക്കെ, ഈ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് ഈസ് അബൌട്ട് വിഷ്വലൈസിങ് തിങ്സ് യൂസിങ് മോഡൽസ് ഓർഗനൈസ്ഡ് അറൌണ്ട് റിയൽ വേൾഡ് കൺസെപ്റ്റ്. ഇപ്പൊ റിയൽ വേൾഡ് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് മോഡൽസിനെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനെ വിഷ്വലൈസ് ചെയ്യുന്ന മെത്തഡോളജിനെ നമ്മൾ OMM എന്നുള്ള രീതിയിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് മെത്തഡോളജി. ഓക്കെ, ഇനി ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡൽസ് നമ്മൾ എന്താണ്, സ്ലാന്റഡ് ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഡയഗ്രാംസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂസ് കേസ്, അതുപോലെ തന്നെ ഇന്ററാക്ഷൻ ഡയഗ്രാം, അങ്ങനെ കുറച്ച് ഡയഗ്രാംസ് നമ്മൾ ഈ ഒരു സെക്ഷനിലൊക്കെ ആയിട്ട് പഠിക്കും. ഈ മൊത്തം നമ്മൾ ഈ ഒരു പേപ്പർ പഠിച്ചു കഴിയുമ്പോൾ കുറച്ച് ഡയഗ്രത്തിനെ കുറിച്ചിട്ടും എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നുള്ള സ്റ്റാർട്ടിങ് തൊട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളത് നമ്മൾ ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കുന്നത്. ഇനി ഒരു സിസ്റ്റം ഡെവലപ്മെന്റ് എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ലൈഫ് സൈക്കിൾസ്, നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ, ആ പേപ്പർ അറിയുന്ന കുട്ടികൾക്കാണെങ്കിൽ ഈ പറയുന്ന കണ്ടന്റുകളൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് ലൈഫ് സൈക്കിൾ ഉണ്ട്. അതിൽ സ്റ്റാർട്ടിങ്ങിൽ തൊട്ടിട്ട് വരുന്നതാണ് റിക്വയർമെന്റ് അനാലിസിസ്, പ്രോബ്ലം സോൾവിങ്, അങ്ങനെ രീതിയിൽ കുറച്ച് തുടങ്ങി ലാസ്റ്റ് ഇതിനെ അനലൈസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തു, പിന്നെ കോഡിനെ ടെസ്റ്റ് ചെയ്തു, അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ ഹാൻഡ് ഓവർ ചെയ്ത് പോകുന്നത് അല്ലെ. അപ്പൊ അതിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് ആണ് എന്ത്, അനലൈസിങ്, ഡിസൈനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നമുക്ക് ആദ്യം എന്താണ് കുറച്ച് റിക്വയർമെന്റ്സ് വേണം. അതായത് ഇപ്പൊ ഒരു ക്ലയന്റ്, ഇപ്പൊ ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, ഒരു ക്ലയന്റിന് ഇപ്പൊ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആള് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ് ആയിട്ട് അതിനെ റിക്വയർമെന്റ് ആദ്യം ഗ്യാദർ ചെയ്തെടുക്കുന്നു, റിക്വയർമെന്റ് അനാലിസിസ് നടത്തുന്നു.
ദെൻ അതിനുശേഷം നമ്മൾ എന്താണ് ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം, ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ക്ലയന്റിന്റെ ഒരു റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ നമ്മൾ നോക്കണം. ദെൻ അതിനുശേഷം നമ്മൾ അതിനെ അനലൈസ് ചെയ്ത് വെച്ചിട്ട് അതിനെ ഡിസൈൻ ചെയ്യുന്നു. ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ കോഡൊക്കെ കൊടുത്ത് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന് ഏത് കോഡ് യൂസ് ചെയ്യണം, ഇപ്പൊ ഒരു ഡോക്യുമെന്റേഷൻ ഒക്കെയാണ് രീതിയിലുള്ള വരണേന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് ഡാറ്റാബേസിന്റെ യൂസേജ് വേണം. അതുപോലെ തന്നെ ഇപ്പൊ ഒരു PHP ആയിരിക്കാം, അല്ലെങ്കിൽ ആ രീതിയിൽ പ്രോഗ്രാം വേണം, HTML വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ പ്രോഗ്രാമിംഗ് വരണ അതിനെ ഒന്നും കൂടെ ഹൈപ്പർ ചെയ്ത് വരുന്ന രീതിയിൽ നമുക്കതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് .NET യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിലുണ്ട്. ആൻഡ്രോയിഡ് ഇപ്പൊ ഫോണാണ്, ആൾക്ക് ഒരു ആപ്പാണ് വേണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആൻഡ്രോയിഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പ്രോഗ്രാം. അങ്ങനെ ഓരോന്നിനും കേസിനനുസരിച്ചിട്ട് വേണം നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഒബ്ജക്ട് ഓറിയന്റഡ് മോഡൽ ഹെൽപ്സ് ടു ഐഡന്റിഫൈ ആൻഡ് ഓർഗനൈസ് ആപ്ലിക്കേഷൻസ് വൈൽ OOM approach encourage developers to consider the application domain to the processor. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് മോഡലിംഗ് എന്താണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും അതിനെ ഓർഗനൈസ് ചെയ്യാനായിട്ടും നമ്മൾ OOM അപ്രോച്ച്, അതായത് ഒബ്ജക്ട് ഓറിയന്റഡ് മെത്തഡോളജി അപ്രോച്ച് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒബ്ജക്ട് ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിഷ്വലൈസ് ചെയ്യുക, റിയൽ വേൾഡ് തിങ്സിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ആ ഒരു മോഡലിനെ വിഷ്വലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെ വരണം, പ്രോപ്പർ അനാലിസിസ് വേണം, അതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ കറക്റ്റ് ക്രൂഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള നല്ല ഡിസൈനിങ് വേണം. എന്നാലാണ് നമ്മുടെ എന്താണ് ഈ ഒരു ഇത് കസ്റ്റമർ നീഡിനനുസരിച്ച് നമുക്ക് ആ ഒരു റിയൽ വേൾഡിലേക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഇവിടെ റിസ്കുകൾ റെഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്താണ് റിസ്ക് റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, നമുക്ക് ഇപ്പൊ ഒരു ക്ലയന്റ് പറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് ഇത് യൂസ് ചെയ്തെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല അല്ലെ. ഇപ്പൊ ക്ലയന്റ് പറയുകയാണെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് വേണമെന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് തന്നെ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമുക്കത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കണേന് അർത്ഥമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരു ചെറിയൊരു ബേസിസ് നമ്മളിപ്പോ നോക്കിയത്. ഇനി അടുത്തത് ഒബ്ജക്ട് ഓറിയന്റഡ് മോഡലിംഗ് ആൻഡ് ഡിസൈൻ. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ അനാലിസിസ് ആൻഡ് ഡിസൈൻ ഫേസ് വിച്ച് ആർ റിലേറ്റഡ് ബട്ട് ഡിസ്റ്റിങ്ക്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഈ ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലൈസിങ് ഫേസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഡിസൈനിങ് ഫേസ് വരുന്നുണ്ട്. അപ്പൊ രണ്ടും റിലേറ്റഡ് ആണ്, പക്ഷെ കുറച്ച് ഡിഫറെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് OOAD എന്ന് പറയുന്നത് എന്താണ്, റിക്വയർമെന്റ് അനലൈസ് ചെയ്ത് അതിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഡെവലപ്പിംഗ് എ ഒബ്ജക്റ്റ് മോഡൽ of the application of the domain OOA phase software specification are established during analysis. Okay, അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് ഒബ്ജക്ട് ഓറിയന്റഡ് അനാലിസിസ് ആണ് ഫസ്റ്റ് ഫേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. കാരണം എന്താണ് നമ്മുടെ കയ്യിലുള്ള കുറച്ച് റിക്വയർമെന്റ്സിന് നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ ഡിസൈനിങ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് ഓടിപ്പോയിട്ട് നമുക്ക് ആ ക്ലയന്റ് പറഞ്ഞ പോലെ തന്നെ പോയിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. നമ്മളതിനെ അനലൈസ് ചെയ്ത് എന്തൊക്കെ സാധനങ്ങൾ എന്നൊക്കെ രീതിയിൽ നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളത് നമ്മൾ നോക്കി അതിനെ കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് OOD. OOD എന്ന് പറഞ്ഞാൽ എന്താണ്, ഒബ്ജക്ട് ഓറിയന്റഡ് ഡിസൈനിങ്. അപ്പൊ ഒബ്ജക്ട് ഓറിയന്റഡ് അനാലിസിസും ഉണ്ട്, ഡിസൈനിങ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, അനാലിസിസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈനിങ് ആണ്. വിച്ച് ദ ഇമ്പോർട്ടന്റ് കൺസ്ട്രക്ട് യൂസ്ഡ് ഇൻ ദ ഒബ്ജക്ട് ഓറിയന്റഡ് മോഡൽ ഈസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് സ്റ്റേജസ്. അപ്പൊ ഈ ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് മോഡൽ നമുക്ക് വേരിയസ് സ്റ്റേജസ് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനലൈസിങ്ങും സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്ട് ഓറിയന്റഡ് ഡിസൈനിങ് ആണ്. ഇത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, the OOM of the system passes to the following step. ഫസ്റ്റ് ഈ ഒരു OOM അതായത് ഒബ്ജക്ട് ഓറിയന്റഡ് മെത്തഡോളജിയിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് റിക്വയർമെന്റ് അനാലിസിസ് ഓഫ് ദ സിസ്റ്റം, ഒരു സിസ്റ്റത്തിന്റെ റിക്വയർമെന്റ് അനാലിസിസ് ചെയ്യണം. ദെൻ ഡിസൈനിങ് ദ സിസ്റ്റം, റിക്വയർമെന്റ് അനലൈസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ സിസ്റ്റത്തിനെ ഡിസൈനിങ് ചെയ്യണം. ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഡീറ്റെയിൽഡ് ഡിസൈനിങ് വിത്ത് എ ഫോക്കസ് ഓഫ് എ ഒബ്ജക്ട് ഇൻ ദ സിസ്റ്റം. ഇനി നമ്മൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം ജസ്റ്റ് ഡിസൈൻ ചെയ്തു, അതിനുശേഷം അതിന്റെ ഓരോ ഒബ്ജക്റ്റിനും ഫോക്കസ് ചെയ്ത്, ഇപ്പൊ നമുക്ക് ഡോക്ടറിന്റെ കേസ്, ഇപ്പൊ ക്ലിനിക്ക് എടുക്കുകയാണെങ്കിൽ ഡോക്ടറിന്റെ കേസ് എടുത്തു, അപ്പൊ ഡോക്ടറിനെ നമ്മൾ ഡിസൈൻ ചെയ്തൊരു സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് നോക്കുകയാണ്, ഡോക്ടറിന് ഇപ്പൊ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ടോ, ഇനി ഡോക്ടർ ബുക്കിംഗ് അതിൽ അവൈലബിൾ ആണോ, അത് അവൈലബിൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആണോ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ഡോക്ടർ ഏതൊക്കെ ദിവസം അവൈലബിൾ ആയിരിക്കും,
എന്നുള്ള രീതിയിൽ നമുക്കതിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. കാരണം എന്താണ്, ഇപ്പൊ ഡോക്ടർ ലീവ് ആയിരിക്കുന്ന ഒരു ദിവസം ഡോക്ടർ ഓൾറെഡി അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും നാളെ ഞാൻ ലീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. പക്ഷെ നമ്മളത് അപ്ഡേറ്റ് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യന്റ് എന്ത് ചെയ്യും, ആ ഡോക്ടർക്ക് വേണ്ടിയിട്ട് അന്നത്തെ ദിവസം ചിലപ്പോൾ ബുക്കിംഗ് കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കുറച്ച് റിസ്കി മാറ്റേഴ്സ് ആണ് അല്ലെ. നമ്മൾ ഈ ബുക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഒക്കെ എടുത്ത് ബുക്ക് ചെയ്ത് അടുക്കുന്ന കേസുകളായിരിക്കും. അല്ലെങ്കിൽ ചില കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡയറക്റ്റ് പോയി പേയ്മെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ടോക്കൺ മാത്രം ബുക്ക് ചെയ്യുമ്പോൾ ടോക്കൺ മാത്രം കിട്ടുന്ന രീതിയിൽ അങ്ങനെയുണ്ട് അല്ലെ. എങ്ങനെയായാലും ആ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആള് വരുമ്പോൾ അയാൾ എവിടുന്നോ ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു ഡോക്ടറിനെ കാണാനായിട്ട് ആരുടെയൊക്കെ കേസുകൾ അറിഞ്ഞിട്ട് ആള് വരേണ്ടതാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് ആ പേഷ്യന്റിന് അന്നത്തെ ദിവസം തന്നെ ആ ഡോക്ടറിനെ കാണണമെങ്കിൽ എന്താണ്, ഈ ഒരു ഡോക്ടർ അവിടെ അവൈലബിൾ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഒബ്ജക്റ്റിനും ആ ഡോക്ടർ അവിടെ അവൈലബിൾ ആണോ, ആളവിടെ ആബ്സെന്റ് ആണോ എന്നുള്ള രീതി, ഞാനിപ്പോ ചെറിയൊരു പ്രോജക്റ്റിന്റെ എക്സാമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഇത് മൊത്തം ഞാൻ ഒന്ന് പറയണത്. കാരണം നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ ഓരോ ഒബ്ജക്റ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്യാം. ഓക്കെ, then അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഈ ഒരു മോഡലിന് ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ നോർമലി എന്ത് ചെയ്യണത്, ഒരു ഡിസൈനിങ് ഫേസ് കൊണ്ടുവരുന്നത്. ഓക്കെ, ദ ഡെവലപ്മെന്റ് പ്രോസസ് ഇൻ ഒബ്ജക്ട് ഓറിയന്റഡ് ഡെവലപ്മെന്റ് മോഡൽ ഡിസൈൻ. അപ്പൊ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, റിക്വയർമെന്റ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്ലയന്റ് വന്നിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു എന്താ, എനിക്ക് ഇന്ന ഒരു ക്ലിനിക്കിന്റെ ഒരു ഇതാണ് ഓട്ടോമേഷൻ ചെയ്യണത്, ഈ ക്ലിനിക്കിൽ ഇന്നതൊക്കെയാണ് സംഭവങ്ങൾ, എനിക്ക് ഇതിൽ ഡോക്ടർ ബുക്കിംഗ് വേണം, പേഷ്യന്റ് ബുക്കിംഗ് വേണം, ഇന്നത് വേണം എന്നുള്ള രീതിയിൽ ആ റിക്വയർമെന്റ്സ് കൊടുക്കണം. ആ റിക്വയർമെന്റ്സും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യുന്നു, മൊത്തത്തിൽ അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്ത് അതിനെ ഓരോ സെക്ഷനിൽ കൊടുക്കണം. അതായത് അതിന് ഒബ്ജക്റ്റ് മോഡൽ എന്തൊക്കെയായിരിക്കണം, അതിന്റെ ഡൈനാമിക് മോഡൽ എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ അതിന്റെ ഫംഗ്ഷനിങ് മോഡൽ എങ്ങനെയായിരിക്കും. ഇങ്ങനെ 3 അനലൈസിങ് മോഡലാണ് ഇവിടെ വരുന്നത്. ഏതൊക്കെയാണ്, ഒബ്ജക്റ്റ് മോഡൽ, ഡൈനാമിക് മോഡൽ ആൻഡ് ഫംഗ്ഷൻ മോഡൽ. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റുകളുടെ അനാലിസിസ് ആൻഡ് ഡിസൈനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇനി ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 3 കേസുകൾ വരുന്നതിൽ എന്തൊക്കെയാണ്, ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിന്റെ ആർക്കിടെക്ചറൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഡിസൈനും ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രക്ചർ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സോഫ്റ്റ്വെയർ നല്ല രീതിയിൽ നമ്മളിപ്പോ ലോഗിൻ ചെയ്യുമ്പോൾ അതിൽ യൂസർ നെയിം പാസ്വേഡ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഒരാളുടെ ഇമെയിൽ ഐ ഡി വേണം, അയാളുടെ പേര്, ഏജ്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ കൊടുത്ത് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്ന രീതിയിൽ. ഓക്കെ, ഇപ്പൊ രജിസ്ട്രേഷൻ വേണമെങ്കിൽ ചിലർ പൈസ കൊടുക്കുന്നവരുണ്ടായിരിക്കും അല്ലെ. അപ്പൊ 10 രൂപയാണ് ഇന്നൊരു സംഭവം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 50 രൂപ 100 രൂപ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഒബ്ജക്റ്റ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഓരോ ഡോക്ടറിനെ ഇപ്പൊ നമ്മൾ ഓരോ പേഷ്യന്റിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനെ, ഇപ്പൊ പേഷ്യൻസിനെ എടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് ഏതൊക്കെ ദിവസം ഇതിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള പേഷ്യന്റ് ആണോ, ഫസ്റ്റ് ടൈം ആയിട്ട് വന്നിട്ടുള്ള പേഷ്യന്റ് ആണോ, അല്ലെങ്കിൽ എന്താണ്, എന്തൊക്കെ ആ പേഷ്യന്റ് ഇവിടെ വന്ന് കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ A to Z ഡീറ്റെയിൽസ് ആ പേഷ്യന്റിനെ കുറിച്ചിട്ടും കിട്ടുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഡോക്ടറിന്റെ കേസ് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരു പേഷ്യന്റ് വരുമ്പോൾ ആ ഡോക്ടർ അവിടെ പെർട്ടിക്കുലർ ഡോക്ടർ അവിടെ അവൈലബിൾ ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്താണ്, ആ ഒരു ഡോക്ടർ അവൈലബിൾ ആണോ എന്നല്ലെങ്കിൽ ആ ഡോക്ടറിന്റെ അറ്റൻഡൻസ് നോക്കണം അല്ലെ. അപ്പൊ അയാൾ ലീവ് പറഞ്ഞിട്ടുണ്ടോ, ലീവ് മാർക്ക് ചെയ്തിട്ടുണ്ടോ നാളത്തേക്ക് എന്നുള്ളത് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യണം, ആ പേഷ്യന്റിന് അതിനെ അപ്രോച്ച് കൊടുക്കാനായിട്ട്. കാരണം എന്നാലാണ് ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് കൂടെ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർ ഇല്ലെങ്കിൽ അത് പിന്നെ കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരിക്കും. അതുകൊണ്ട് അതെല്ലാതും നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ഡിസൈൻ. ഓക്കെ, അപ്പൊ ഈ ഡിസൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ കോഡിംഗ് ആണ് വരുന്നത് അല്ലെ. ഡിസൈൻ ചെയ്ത് നമ്മുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ്, അതിനൊക്കെ നമ്മൾ കോഡിംഗ് ചെയ്ത് കൊടുക്കുന്നു കോഡായിട്ട്. അപ്പൊ കോഡിംഗ് എന്ന് പറയണമെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ കോഡിംഗ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇതിന്റെ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് മോഡലിന്റെ ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഫസ്റ്റ് കേസ് നമുക്ക് സിസ്റ്റം ഡിസൈനിങ് എന്താണെന്ന് നോക്കാം. സിസ്റ്റം ഡിസൈനിങ് എന്ന് പറഞ്ഞാല് ഈ ഒരു സ്റ്റേജില് പേര് പോലെ തന്നെ സിസ്റ്റത്തിന് ഡിസൈനിങ് ചെയ്യാനാണ് നമ്മൾ സിസ്റ്റം അനാലിസിസ് അല്ലെങ്കിൽ സിസ്റ്റം അനലൈസ് ചെയ്യാന്ന് പറയുന്നത്. അറ്റ് ദ സ്റ്റേജ് a problem statement is formulated and the analyst builds a system model to encourage real world situation. അപ്പം എന്താണ്, റിയൽ വേൾഡ് സിറ്റുവേഷൻസിനെ എൻകറേജ് ചെയ്തിട്ട് ആ ഒരു സ്റ്റേജ് പ്രോബ്ലം അവിടെ ഫോർമുലേറ്റ് ചെയ്ത് കൊടുക്കാൻ. അതായത് ഇപ്പൊ ക്ലയന്റിനെ നീഡ് അനുസരിച്ച് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത് റിയൽ വേൾഡ് സിറ്റുവേഷൻ നോക്കിയിട്ട്. ഓക്കെ, ഇപ്പൊ നാളത്തെ ദിവസം ആ ക്ലയന്റ് ഒരു പേഷ്യൻ വന്നിട്ട് ബുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ അതോടെ അവൈലബിൾ ആയിരിക്കണം. ഇനി സൺഡേസിൽ വരുമ്പോൾ ചിലപ്പോൾ ഈ ക്ലിനിക്ക് അത് ഓപ്പൺ ആയിരിക്കില്ല. അപ്പൊ സൺഡേസിന് എന്ത് ചെയ്യണം,
ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വേണം സൺഡേക്ക് അവര് ഹോളിഡേ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പൊ അങ്ങനെ എല്ലാം റിയൽ വേൾഡ് സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ ആ ഒരു മോഡല് ബിൽഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ദിസ് ഫേസ് ഷോസ് ദ എസെൻഷ്യൽ പ്രോപ്പർട്ടീസ് അസോസിയേറ്റഡ് വിത്ത് ദ സിറ്റുവേഷൻ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കറക്റ്റ് എസെൻഷ്യൽ പ്രോപ്പർട്ടീസ് ആ ഒരു സിസ്റ്റത്തിന്റെ ആ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ എസെൻഷ്യൽ പ്രോപ്പർട്ടീസ് ഇവിടെ അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. ദ അനാലിസിസ് മോഡൽ consists is a concise, precise abstraction and agreement on how the desired system must be developed. അപ്പൊ ഈ ഒരു സിസ്റ്റം അനാലിസിസിന്റെ ഫേസിലാണ് നമ്മൾ എങ്ങനെയാണ് ഒരു ഡിസയർ, അതായത് ഒരു ക്ലയന്റ് ഡിസയർ ചെയ്തിട്ടുള്ള രീതിയിൽ എങ്ങനെ ആ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള ഒരു അഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു അബ്സ്ട്രാക്ഷൻ പ്രിസൈസ് ഇവിടെ നടക്കുന്നത്. All the system requirements and their properties should be defined at the phase. അപ്പൊ ഈ ഒരു കേസിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു അയാളുടെ റിക്വയർമെന്റ് സിസ്റ്റത്തിന് എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണം, അതായത് പേഷ്യന്റ് വേണം, ഡോക്ടർ വേണം, സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ് വേണം, അതിന്റെ ബുക്കിംഗ് കാര്യങ്ങൾ വേണം, ഡോക്ടറിന്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനായിട്ട് വേണം, പിന്നെ ആ പേഷ്യന്റിന്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്യണം, അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് അല്ലെ. അപ്പൊ എല്ലാ റിക്വയർമെന്റ്സും അതിന്റെ പ്രോപ്പർട്ടീസും അല്ലാതെ എന്താണ് ഈ ഒരു ഫേസിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, സിസ്റ്റം അനാലിസിസിന്റെ ഫേസിലാണ് നമ്മൾ ചെയ്യണത്. The main objective of the stage is to provide a model that can understood by any new user or expert in that area. ഓക്കെ. അപ്പൊ മെയിൻ ഒബ്ജക്റ്റീവ് ഈ ഒരു സ്റ്റേറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ന്യൂ യൂസർ എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് യൂസ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ എക്സ്പേർട്ടുകളൊക്കെ ആയിരിക്കും ഈ ഒരു കേസ് നമ്മൾ മെയിൻ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ. ഇനി അടുത്തത് സിസ്റ്റത്തിന്റെ ഡിസൈൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് കേസ് എന്ന് പറയുകയാണെങ്കിൽ അനലൈസിങ് ഫേസ് ആണ്. അനലൈസ് ചെയ്ത് ഇതിന്റെ റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് ചെയ്യണം, ഇനി അതിന് നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് കൊടുക്കാണ്. ഓക്കെ. അപ്പൊ ഈ ഡിസൈനിങ് കേസിൽ എങ്ങനെയാണ് വരുന്നത്, ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് ദ കംപ്ലീറ്റ് സിസ്റ്റം ആർക്കിടെക്ചർ ഈസ് ഡിസൈൻഡ്. അപ്പൊ ഈ ഒരു കേസിലാണ് നമുക്ക് എന്ത് പറയുന്നത്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്ത് ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്ത് വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ അനലൈസ് ചെയ്ത് നമ്മുടെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ഡോക്ടർ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് മാത്രം നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ അതിന് എന്താണ് ഡിസൈൻ ചെയ്യണത് ഈ ഒരു കേസിനാണ്, അതായത് ഡോക്ടർ ബുക്കിംഗ് എങ്ങനെ വേണം, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ മെഡിസിന്റെ ഡീറ്റെയിൽസ്, ഫാർമസി ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള രീതിയിൽ കൊടുക്കുന്നതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയണത്, ഈ ഒരു ഡിസൈനിങ് എന്ന് പറയണത്. The system designed whose system is divided into subsystems based on both the system analysis model and proposed architecture of the system. Okay. അപ്പൊ ഈ ഒരു സിസ്റ്റം ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഒരാൾക്കായിരിക്കും ചിലപ്പോൾ ഡോക്ടറിന്റെ കേസുകൾ കൊടുക്കുന്നുണ്ടായിരിക്കാം, അതുപോലെ തന്നെ അടുത്ത ഒരു കേസ് ആയിരിക്കും, അതായത് ഈ ഒരു പെർട്ടിക്കുലർ അതായത് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ കുറെ റിക്വയർമെന്റ്സ് ഉണ്ട്, അതെല്ലാം കൂടി ഒരാൾക്ക് ഹാൻഡിൽ ചെയ്ത് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യും, ആ സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്ത് സബ് സിസ്റ്റങ്ങളാക്കി മാറ്റും. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു വലിയൊരു കണ്ടന്റ് ആണ് ഉണ്ടായിരിക്കണമെങ്കിൽ ആ കണ്ടന്റിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സബ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്, അപ്പൊ ഇതാണ് നമ്മുടെ ക്ലിനിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാസ്ക്. ഇത്രയും വലിയൊരു ടാസ്ക് ആണ്. അപ്പൊ ഈ ഒരു ടാസ്കിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് രണ്ട് നമ്മുടെ കയ്യിലുള്ള ഡെവലപ്പേഴ്സിന് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ. രണ്ട് ഡെവലപ്പേഴ്സിന് നമ്മൾ കൊടുത്തിട്ട് പറയാണ്, അതായത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ട് പറയാണ്, ഇങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഇത് ടാസ്ക് 1 ആണ്, ഇത് ടാസ്ക് 2 ആണ്. ഓക്കെ. ഇതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഈ ടാസ്കില് ടാസ്ക് 1ഉം 2ഉം നമ്മൾ കൊടുത്തു. ഇനി ഈ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും അല്ലെ, ഡെവലപ്പേഴ്സിൽ മാനേജിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ ലീഡേഴ്സ് ഉണ്ടായിരിക്കും, അവർക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ആ ലീഡർക്ക് എന്ത് ചെയ്യാം, ലീഡർക്ക് തന്നെ ചെയ്യാൻ ആവശ്യമില്ല അല്ലേ, വേണമെങ്കിൽ ആ ലീഡർക്ക് വേണമെങ്കിൽ ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 മെമ്പേഴ്സ് ആണെങ്കിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം അല്ലേ. അങ്ങനെ ആൾക്ക് ഇഷ്ടമുള്ളത് ഇപ്പൊ 3 പേരാണെങ്കിൽ 3ആയിട്ടും ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അങ്ങനെ ഇതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ ആ മെമ്പേഴ്സിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെയായി ഒരു അപ്രോച്ച് നമ്മൾ ടോപ്പ് ഡൗൺ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. നമ്മള് +2 തൊട്ടിട്ട് എനിക്ക് തോന്നുന്നു പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, അപ്രോച്ചുകൾ ടോപ്പ് ഡൗൺ അപ്രോച്ച്, ബോട്ടം അപ്പ് അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഈ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്, സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഇങ്ങനെ വരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണു, ഈ സബ് പ്രോബ്ലംസ് ആണ് ആദ്യം നമ്മൾ സോൾവ് ചെയ്യാം. അപ്പൊ ഈ സോൾവ് ചെയ്തതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ ഇവിടേക്ക് ഹാൻഡിൽ ചെയ്യുന്നു, ഈ സോൾവ് ചെയ്ത റിസൾട്ടിനെ നമ്മൾ ഇങ്ങോട്ട് ഹാൻഡിൽ ചെയ്യുന്നു. അപ്പൊ നമുക്ക് വീണ്ടും അതിനെല്ലാം ഗ്യാദർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ടാസ്ക് 1 ടാസ്ക് 2 എന്നുള്ള ഒരു സെക്ഷൻ ആയിട്ട് നമ്മൾ അതിനെ കിട്ടുന്നു. ഇനി ഈ ടാസ്ക് 1 ടാസ്ക് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഈ സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനൊന്നും കൂടെ അനലൈസ് ചെയ്ത് അതിനെ സോൾവ് ചെയ്ത്, ഇപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു ടേംസുകളെല്ലാം
സോൾവ് ചെയ്ത് നമുക്ക് ഈ ഒരു സെക്ഷൻ കിട്ടി. ഈ സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ഈ ഒരു കേസിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അതുപോലെ തന്നെ ഈ സെക്ഷനും നമ്മൾ ഇവിടേക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അങ്ങനെ 2 സെക്ഷനും കൂടെ ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടുന്നതിനാണ് നമ്മൾ ടോട്ടൽ ആയിട്ട് നമ്മുടെ ടാസ്ക് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യാൻ ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു എന്ത് ചെയ്യണത്, ഈ വോൾ സിസ്റ്റത്തിന് നമ്മൾ എന്ത് ചെയ്യണത്, ഡിവൈഡ് ചെയ്തിട്ട് അതിനെ സബ് സിസ്റ്റം ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു ആർക്കിടെക്ചറൽ മോഡൽ ആയിട്ട് അതോടെ വർക്കിംഗ് നടക്കുന്നത്. ബേസ്ഡ് ഓൺ ദ അനാലിസിസ് മോഡൽ ദ സിസ്റ്റം ആർക്കിടെക്ചർ ഈസ് ഡിഫൈൻഡ് ആൻഡ് ഡിസൈൻ ഇൻ ദ ഫേസ്. അപ്പൊ ഇവിടെ സിസ്റ്റം ആർക്കിടെക്ചർ എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ ഒരു മോഡൽ വരണ്ടേ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഡിസൈനിങ് ഒക്കെ നടന്ന് കറക്റ്റ് അതിനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നു. കാരണം ഇന്ന രീതിയിലാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതനുസരിച്ച് ഇപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഫൈൽ പേജെങ്കിൽ, ലോഗിൻ പേജെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നമ്മുടെ ക്ലിനിക്കിന്റെ പേര് വേണം അല്ലെ, ക്ലിനിക്കിന്റെ പേര് വേണം, അതിന്റെ സൈഡിൽ അതിന്റെ ലോഞ്ചിങ് ടൈമും ആ കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം അല്ലെ. ഇനി നമ്മൾ എബൌട്ട്, ഇങ്ങനെ ഓരോ സെക്ഷൻ ഉണ്ടായിരിക്കും. എബൌട്ട് എടുക്കാൻ ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും, ഹോം അല്ലെങ്കിൽ എബൌട്ട് എന്നുള്ള രീതിയിൽ ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും. ഇനി ഡോക്ടേഴ്സിനെ കൺസിഡർ ചെയ്യാനാണെങ്കിൽ ഡോക്ടറിന്റെ ഉണ്ടായിരിക്കും. ദെൻ പേഷ്യന്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ പേഷ്യൻസിന് ഇന്ന ദിവസം ബുക്ക് ചെയ്യണമെങ്കിൽ, അതായത് ചില പേഷ്യൻസിന് ഇപ്പൊ ഏത് ഡോക്ടറിനെ കാണണ്ടേന്നൊന്നും അറിയില്ല, പക്ഷെ ക്ലിനിക്കിലേക്ക് വരണം, അങ്ങനെയുള്ള കേസുകളും വേണമെങ്കിൽ വരാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ജനറൽ ആയിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്കും അങ്ങനെ ചെയ്യാം. അങ്ങനെ ഇനി ഇതിൽ രജിസ്ട്രേഷൻ ഓപ്ഷൻ ആയിട്ട് വേറെ വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ അങ്ങനെ ഓരോ പല പല മെത്തേഡുകൾ. അപ്പൊ ഒരെണ്ണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഓരോന്നും, അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റാഫ് ഡീറ്റെയിൽസ് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ സ്റ്റാഫ് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഡോക്ടറിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നവർ, അങ്ങനെ എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ സെറ്റ് ചെയ്യുക. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു സിസ്റ്റം ഡിസൈനിങ്ങിന്റെ സെക്ഷനിൽ ഇന്നത് ഇന്ന സ്ഥലത്തൊക്കെ വേണം എന്നുള്ളത് ഈ ഒരു സെക്ഷനിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞു. Also, when the system is bigger and complex, it is partitioned into various small subsystems based on the analysis model and system approach. അതായത് ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇപ്പൊ കുറെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഒരു കേസ്, ക്ലിനിക്കിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് എന്താണ്, ഡോക്ടറിന്റെ കേസ് എടുക്കണം, ഒരു സെക്ഷൻകാര് എന്താണ് പേഷ്യന്റിന്റെ കേസ് എടുക്കണം, ഇനി സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് എടുക്കണം, ഫാർമസിയുടെ ഡീറ്റെയിൽസ് എടുക്കണം, അങ്ങനെ കുറച്ച് കുറച്ച് ടേംസുകൾ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് വർക്ക് ആണെങ്കിൽ നമ്മൾ എന്താണ് അതിനെ സബ് ഡിവൈഡ് ചെയ്ത് അതിനെ ഇങ്ങനെ നമ്മൾ കുഞ്ഞു ടാസ്കുകളായിട്ട് ഓരോരുത്തർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ ഓവറോൾ സ്ട്രക്ചർ വരുന്നത്. ഇനി അടുത്തതാണ് ഒബ്ജക്റ്റ് ഡിസൈൻ. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ഡിസൈൻ ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞത് സിസ്റ്റം ഡിസൈനിങ് നോക്കി, അതുപോലെ തന്നെ സിസ്റ്റം അനാലിസിസ് എന്താന്ന് നോക്കി, ഇതിന്റെ ഒരു ഫിഗർ നോക്കി. ഇനി നമുക്ക് ഇതിന്റെ കണ്ടിന്യൂ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസൈൻ ആണ്. അപ്പൊ ഒബ്ജക്റ്റ് ഡിസൈൻ എന്ന് പറയണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എന്താണ് ഒബ്ജക്റ്റിനെ ഡിസൈൻ ചെയ്യണം. ആ പേര് പോലെ തന്നെ ആണ് അവിടെ പ്രോസസ്സിംഗ് നടക്കുന്നത്. എ ഡിസൈൻ മോഡൽ ഈസ് ഡെവലപ്ഡ് ബേസ്ഡ് ഓൺ ദ അനാലിസിസ് മോഡൽ ഓൾറെഡി ഡെവലപ്ഡ് ഇൻ ദ ഏർലി ഫേസ് ഓഫ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ ഏർലി ഫേസ് എന്ന് പറയുന്നത് എന്താണ്, സിസ്റ്റം ഡിസൈൻ ആണ് നടക്കുന്നത് അല്ലെ. ഈ ഒരു സിസ്റ്റം ഡിസൈനിങ് നടക്കുന്ന ഈ ഒരു ഫേസിനെ ഒന്ന് ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആ ഫേസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ ഒബ്ജക്റ്റും കൂടെ ഡിസൈൻ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡിനാണ് നമ്മൾ ഒബ്ജക്റ്റ് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഒബ്ജക്റ്റ് ഡിസൈൻ ദ ഡാറ്റ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഡിസൈഡ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ഡിസൈനിൽ വരുമ്പോൾ അതിന്റെ ഡാറ്റ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു. ഇപ്പൊ നമ്മളൊരു ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കാനും, അത് ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റ് അനുസരിച്ച് അത് വർക്ക് ചെയ്യാനും, അതുപോലെ തന്നെ ആ കൊടുത്തിരിക്കുന്ന ഇമേജും ഡാറ്റയും എല്ലാതും നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് സ്റ്റോർഡ് ആവാനും, അതിനെ സോർട്ട് ചെയ്യുക, അങ്ങനെ പല രീതിയിലുള്ള ഓപ്പറേഷൻസ് നമുക്ക് നടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ഡാറ്റ സ്ട്രക്ചർ വേണം, അതിനെ സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. അപ്പൊ നമുക്ക് അതിനെ ഡൈനാമിക്കലി സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം, ഈ ഒരു സെക്ഷൻ ആകുമ്പോൾ നമുക്ക് ഡാറ്റ സ്ട്രക്ചർ വേണം. ആൻഡ് അൽഗോരിതംസ് നീഡഡ് ടു ഇംപ്ലിമെന്റ് ഈച്ച് ഓഫ് ദീസ് ക്ലാസ് ഇൻ ദ സിസ്റ്റം. ഓക്കെ, അപ്പൊ അതിന് ബേസിസ് ആയിട്ടുള്ള ഓരോ ക്ലാസ്സിനും ബേസിസ് ആയിട്ടുള്ള അൽഗോരിതംസ് ഒക്കെ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ആവശ്യമാണ്. യൂസിങ് ദ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഗിവൺ ഇൻ ദ അനാലിസിസ് മോഡൽ. ഓക്കെ, അപ്പൊ ഇതിൽ കുറച്ച് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന കുറച്ച് എന്താണ് സ്റ്റെപ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. ഈ ഒരു ഒബ്ജക്റ്റ് ഡിസൈനിങ്ങിന്റെ കേസിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻ. നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതാണ് വേരിയസ് ക്ലാസ്സസ് ആർ ഐഡന്റിഫൈഡ് ആൻഡ് ഫൈനലൈസ്ഡ്. അപ്പൊ ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ, ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് നമ്മൾ എടുക്കുമ്പോൾ എന്താണ്, അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലാസ്സുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ ഞാനൊരു ആയുർവേദ ക്ലിനിക്കിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് ഡോക്ടർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ആണ്,
അതുപോലെ തന്നെ പേഷ്യൻസ് വേറെ സെക്ഷനാണ്, അവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു സെക്ഷനാണ്. പിന്നെ അടുത്തൊരു ക്ലാസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഫാർമസി അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് 4 5 ക്ലാസ്സുകൾ നമുക്ക് ഈ ഒരു ക്ലിനിക്കിന്റെ തന്നെ എക്സാം എടുക്കുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ വേരിയസ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഐഡന്റിഫൈ ചെയ്ത് അതിനെ നമ്മൾ ഫൈനലൈസ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു യൂസറിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. ദെൻ ലാസ്റ്റ് ഒബ്ജക്റ്റ് ഡിസൈനിൽ എത്തുമ്പോഴാണ് നമുക്ക് ഏതൊക്കെയാണ് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണ്ടത് അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ ഫൈനലൈസ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ഒബ്ജക്റ്റ് ഡിസൈനിലെ ഫസ്റ്റ് പ്രൊസീജിയർ ആയിട്ട് വരുന്നത്. ദെൻ ദ ലോജിക് റിക്വയർഡ് ടു ഇംപ്ലിമെന്റ് ദ പ്രൊസീജിയർ ഗെറ്റ് ഡിസൈഡ്. ഓക്കെ, അതിനുശേഷം എന്താണ് ആ ലോജിക് എന്താണോ അത് അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുന്നു, അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. All the paths for retrieving data are optimized. പിന്നെ നമ്മൾ എന്താണ് ഡാറ്റയെ ഒപ്റ്റിമൈസ് ചെയ്തതിനെ റിട്രീവ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ലിസ്റ്റ് ഈസ് പ്രിപ്പയർ ഫോർ ഓൾ ദ പെർമിറ്റഡ് എക്സ്റ്റേണൽ ഇന്റർഫറൻസ്. അപ്പൊ എക്സ്റ്റേണൽ ഇന്റർഫറൻസിൽ ഒരു പെർട്ടിക്കുലർ ലിസ്റ്റ് നമ്മൾ പെർഫോം ചെയ്ത് അതിനകത്ത് ഇന്ന കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്, നമുക്ക് ഇന്ന ഫംഗ്ഷൻസ് ഒക്കെയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ അതിന് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ എന്തുണ്ടാവുന്നു, ക്ലാസസ് ആൻഡ് ദെയർ അസോസിയേറ്റഡ് ഓപ്പറേഷൻസ് ആർ റീഅറേഞ്ച്ഡ് or adjust to increase the inherent properties between the class. ഓക്കെ, അപ്പൊ ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ചിട്ട് അതിന് ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് എന്താണ് ആ ക്ലാസ്സിനെ നമ്മൾ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് ഇതിൽ ഏത് ക്ലാസ് ആണോ ഏതിനെ ഇൻഹെറിറ്റ് ചെയ്ത് അടുത്ത് നിൽക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ സെറ്റ് ചെയ്യുന്നു. ഇപ്പൊ നമ്മളിപ്പോ ഡോക്ടർ പേഷ്യന്റിന്റെ കേസ് പറയുമ്പോൾ ഈ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്തിട്ടിരിക്കണം എന്ത് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. കാരണം എന്താണ്, നമുക്ക് പേഷ്യൻസിന് എന്ത് കാര്യം അപ്ലിക്കബിൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് അവിടെ അവൈലബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് പേഷ്യൻസിന്റെ കാര്യങ്ങൾ അവിടെ എന്താണ് നമുക്ക് അവിടെ അപ്ലിക്കബിൾ ആവാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനം ആ ഒരു കമ്പനി നമ്മൾ ക്ലിനിക്ക് എടുത്തു കഴിഞ്ഞാൽ ക്ലിനിക്കിന്റെ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റാഫും അതുപോലെ തന്നെ ഡോക്ടറും അവൈലബിൾ ആയാൽ മാത്രമാണ് ആ ഒരു ക്ലിനിക്ക് ഓപ്പൺ ആവുള്ളൂ. ഓക്കെ, അപ്പൊ ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ക്ലാസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിന്റെ ഉള്ളിലത്തെ കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളായിട്ട് നമുക്ക് ഇവരെന്നെ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ അതിനെ സബ് ഡിവൈഡ് ചെയ്ത് ഓരോ സെക്ഷൻ ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പാക്കേജിങ് ഓഫ് ഓൾ അസോസിയേറ്റഡ് ക്ലാസ് ഇസ് ഡൺ ഇൻ എ സിംഗിൾ മോഡ്. ലാസ്റ്റ് അതിനെന്താണ് ഒരു സിംഗിൾ മോഡൽ ഇതിനെല്ലാത്തിനും കൂടെ സെറ്റ് ചെയ്ത് ഇങ്ങനെയാണ് ഇതിന്റെ ഒബ്ജക്റ്റും കാര്യങ്ങളും വരണേ എന്നുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇത്രയും കുറച്ച് സ്റ്റെപ്സ് ആണ് നമുക്ക് ഇവിടെ കുറച്ച് ഫോളോ ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ കയറ്റും. ഇനി നമ്മൾ ഡിസൈനിങ് സെക്ഷൻ കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ കയ്യിൽ ഡിസൈൻ ചെയ്ത് കിടക്കുന്ന ഒരു സംഭവം നമ്മൾ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ. ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമാണ് നമുക്കത് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെഷീൻ ആണോ അത് അവൈലബിൾ ആയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ അറിയാനായിട്ട് പറ്റും. At this stage, the final implementation of classes or relationship developed during object design takes place using any particular programming language. അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിന്റെ ടേക്ക് പ്ലേസ് എടുത്തിട്ട് അതിന്റെ ബേസിസിലായിരിക്കും എന്താണ് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ക്ലാസും റിലേഷൻഷിപ്പും ഒക്കെ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പൊ ഡാറ്റാബേസ് തന്നെ നമുക്ക് എടുക്കാം അല്ലെ. ഡാറ്റാബേസ് ഓൾമോസ്റ്റ് എല്ലാത്തിനും ഒരു ഫൈനൽ സ്റ്റേജിൽ വരുന്ന ഒരു സെക്ഷൻ ആണ് ഡാറ്റാ സ്ട്രക്ചറും ഡാറ്റാബേസസ് എന്നൊക്കെ പറയുന്നത്. കാരണം എന്താണ് ഈ ഒരു ഡാറ്റാബേസിന്റെ ഇംപ്ലിമെന്റേഷൻ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിപ്പോ ഒരു രോഗിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗിക്ക് ഇനി വേറൊരു ദിവസം കൂടെ അവിടത്തേക്ക് എത്തണമെങ്കിൽ ആ രോഗിയുടെ ഹിസ്റ്ററി തൊട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഓൾറെഡി സേവ് ചെയ്ത് വെക്കണം അല്ലെ. എന്നാൽ മാത്രമാണ് ആ പേഷ്യന്റ് ഓൾറെഡി അവിടെ എന്താണ് കണ്ടിട്ടുണ്ടോ, ഓൾറെഡി ആ ഒരു ക്ലിനിക്കിൽ വന്നിട്ടുള്ള ആളാണോ അത് ഫസ്റ്റ് ടൈം ആണോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡാറ്റാബേസ് ആൻഡ് ഹാർഡ്വെയർ ഇംപ്ലിമെന്റേഷൻ ഈസ് ഡൺ ഇൻ ദിസ് ഫേസ്. അപ്പൊ ഈ ഒരു ഇംപ്ലിമെന്റേഷൻ ഫേസിലാണ് നമ്മൾ ഇന്ന് ഡാറ്റാബേസും ഹാർഡ്വെയർ ഇംപ്ലിമെന്റേഷൻസ് ഒക്കെ ഇവിടെ നടത്തുന്നത്. The actual implementation must be done using the software engineering practice. അപ്പൊ ആക്ച്വൽ ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ഒരു കേസിലാണ് നമ്മൾ ആക്ച്വൽ ആയിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. ദിസ് ഹെൽപ്സ് ടു ഡെവലപ്പ് എ ഫ്ലെക്സിബിൾ ആൻഡ് എക്സ്റ്റെൻഷിബിൾ സിസ്റ്റം. അപ്പൊ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ ബേസിസിൽ നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ SC നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു ലൈഫ് സൈക്കിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒന്നും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എക്സ്റ്റെൻസിബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിട്ട് നമുക്ക് അതിനെ കിട്ടും. ഓക്കെ,
അപ്പൊ ഇത്രയും ഫേസസുകളാണ് നമ്മുടെ ഒരു അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് അതിന്റെ ഒരു പ്രോസസ്സ് വരുന്നത്, പ്രോജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സ് വരുന്നതിനെയാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് ഒബ്ജക്റ്റ് മോഡലിംഗ് ടെക്നിക്ക്. നമ്മൾ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിലൊക്കെ OMT ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് കൂടുതലും ഓരോ കേസുകൾ നടക്കുന്നത്. ഇതിനെല്ലാത്തിനും ബേസിസ് എന്താണ്? OMT ആണ്. OADയുടെ എല്ലാ ബേസിസിന്റെയും സ്റ്റാർട്ടിങ് എന്താണ്? OMT ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ എന്താണ് ഈ OMT എന്നുള്ളത് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് നമുക്ക് നോക്കാം. ടു കവർ ദ കംപ്ലീറ്റ് സിസ്റ്റംസ് ഡിസ്ക്രിപ്ഷൻ, വോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡൽ ഈസ് ഡൺ യൂസിങ് 3 kinds of models. അപ്പൊ ഈ ഒരു OMTയിൽ 3 kinds of models ഉണ്ട്. ഈ ഒരു മോഡൽസിന്റെ ബേസിസിലാണ്, അതായത് ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഈ മോഡൽസിന്റെ ബേസിസിലാണ് കംപ്ലീറ്റ് സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അതിലെ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് മോഡലാണ്. കാരണം എന്താണ്? ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അതില് ഒബ്ജക്റ്റ് എന്തായാലും വേണം. അതിനുശേഷം നമുക്ക് എന്താണ് ഒരു ഡൈനാമിക് മോഡൽ വരുന്നുണ്ട്. ഡൈനാമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കൂടുതലും ഇന്ററാക്ഷൻസ് വരുന്ന രീതിയിലുള്ള സെക്ഷനെയാണ് നമ്മൾ ഡൈനാമിക് മോഡൽ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിലൊരു ഫംഗ്ഷൻ പെർട്ടിക്കുലർ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെങ്ങനെ നമുക്ക് അതിനെ റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒബ്ജക്റ്റ് മോഡൽസ് ആർ യൂസ് ടു ഡിസ്ക്രൈബ് ദ ഒബ്ജക്റ്റ്. കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ ഒബ്ജക്റ്റ് മോഡൽസ് യൂസ് ചെയ്യുന്നത് ആൻഡ് ദയർ റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അതർ ഇൻ ദ സിസ്റ്റം. ഓക്കെ, അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് മോഡലിലാണ് നമ്മൾ അതിന്റെ റിലേഷൻഷിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഇതിലൊരു ഒബ്ജക്റ്റ് ഞാനിപ്പോ ക്ലിനിക്കിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് ഇപ്പൊ ഡോക്ടർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ആണ്, അതുപോലെ തന്നെ പേഷ്യന്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ആണ്, അല്ലെ? അങ്ങനെ ഓരോ ഒബ്ജക്റ്റുകളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഒക്കെ നമുക്ക് എന്താണ് ഈ ഒരു ഒബ്ജക്റ്റ് മോഡലിലാണ് നമുക്ക് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റുന്നത്, അല്ലെ? ഓക്കെ, ഇനി അടുത്തത് ഡൈനാമിക് മോഡൽ. ഡൈനാമിക് മോഡൽ എന്താണ്? ഡിസ്ക്രൈബ്സ് ദ ഇന്ററാക്ഷൻ എമംഗ് ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, ഇപ്പൊ ഡോക്ടർ ബുക്കിംഗ് വരണത്, പേഷ്യന്റ് ബുക്കിംഗ് ചെയ്യുന്നത്, ഡോക്ടറിന്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റാഫിന്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്, ഇങ്ങനെ പല രീതിയിലുള്ള ഇന്ററാക്ഷൻസ് നമുക്ക് അവിടെ കാണുന്നുണ്ട്, അല്ലെ? അപ്പൊ അത്രയും കേസുകളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? ഒരു ഡൈനാമിക് മോഡൽ വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ഇൻഫോർമേഷൻ, അതിന്റെ ഒരു ഫ്ലോ, ആ സിസ്റ്റത്തിന്റെ ഇൻഫോർമേഷൻസ് ഫ്ലോ ചെയ്യുന്നത് ഈ ഒരു ഡൈനാമിക് മോഡലിൽ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് ഫങ്ഷണൽ മോഡലാണ്. ഫങ്ഷണൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ്സ് ദ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ സിസ്റ്റം. ഓക്കെ, അപ്പൊ ഡാറ്റയുടെ ട്രാൻസ്ഫോർമേഷനാണ് നമ്മുടെ ഫങ്ഷണൽ മോഡൽ എന്ന് പറയുന്നത്. നോർമലി ഫങ്ഷൻ ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? നമ്മുടെ കയ്യിലുള്ള ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് നമ്മൾ ഫങ്ഷൻ ചെയ്ത് അപ്ലിക്കബിൾ ആക്കുന്നതിനെയാണ് നമ്മൾ ഫങ്ഷനിങ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെ? എന്നാൽ മാത്രമാണ് നമ്മുടെ കയ്യിൽ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് എടുത്തു വെച്ചിട്ട് കാര്യമില്ല, അല്ലെ? നമ്മുടെ കയ്യിൽ ഇപ്പൊ 2 നമ്പേഴ്സ് ഉണ്ട്, എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുള്ള 2 നമ്പേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ സമ്മ് ചെയ്താലാണ് അതിന്റെ റിസൾട്ട്, സമ്മേഷന്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലാണ് അതിന്റെ മൾട്ടിപ്ലിക്കേഷന്റെ റിസൾട്ട് കിട്ടുക. അങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് അതിനെ റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ഒരു ഫങ്ഷണൽ മോഡലിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓൾ 3 മോഡൽസ് ആർ അപ്ലിക്കബിൾ ഡ്യൂറിങ് ഓൾ ദ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പൊ എല്ലാ സ്റ്റേജ് ഡെവലപ്മെന്റിന്റെയും ബേസിസിൽ നമ്മൾ 3 മോഡൽസ് ഇതിൽ അപ്ലിക്കബിൾ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. The structured approach focus on specifying and decomposing system functionally, but may require significant restriction if system requires change. അതായത് സിസ്റ്റത്തിന് എന്തെങ്കിലും ചേഞ്ച് വരുന്ന രീതിയിലാണ് നമുക്ക് എന്താണ് സിസ്റ്റം ഫംഗ്ഷനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡികമ്പോസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതിപ്പോ നമ്മളിപ്പോ ഒരു ഞാൻ പറഞ്ഞിപ്പോ ക്ലിനിക്ക് നമ്മള് ക്ലയന്റിന്റെ ഒരു നീഡ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക് നമ്മൾ കറക്റ്റ് ഓട്ടോമേഷൻ ചെയ്ത് കൊടുത്തു. ദെൻ ആ ഒരാളുടെ എന്താണ് ആള് മൊത്തത്തിൽ നോക്കി കഴിഞ്ഞപ്പോൾ ആള് പറയാണ്, അയ്യോ ഇതിനകത്ത് ഇന്ന സംഭവം ഇല്ലല്ലോ, ഞാൻ വിചാരിച്ചത് ഈ ഒരു പേഷ്യന്റിന് ഇങ്ങനെ ബുക്ക് ചെയ്യാനായിരുന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ 2 ദിവസം മുന്നത്തേക്കുള്ള ബുക്കിംഗ് വരെ ഇതിൽ അവൈലബിൾ ആക്കണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ കൊടുത്തത് എന്താണ് നാളത്തേക്കുള്ള ബുക്കിംഗ് മാത്രമുള്ള രീതിയിലായിരിക്കും നമ്മൾ ചിലപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെ? അല്ലെങ്കിൽ വേണമെങ്കിൽ എന്ത് പറയാം, ഫാർമസിയുടെ അതായത് ഡയറക്റ്റ് വേണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മെഡിസിൻ, അതായത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മെഡിസിൻ ഉണ്ടെങ്കിൽ നമുക്ക് പേഷ്യന്റിന് തന്നെ ഡയറക്റ്റ് വേണമെങ്കിൽ അതൊന്ന് പർച്ചേസ് ചെയ്യുന്ന ഓപ്ഷനോട് കൊടുക്കായിരുന്നു എന്നിട്ട് പറഞ്ഞ പല രീതിയിലുള്ള മോഡിഫിക്കേഷൻ, ഫംഗ്ഷനിൽ പല രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ആ ഒരു സ്ട്രക്ചർ അപ്രോച്ച് നമുക്ക് അവിടെ ഇച്ചിരി കൂടെ മോഡിഫൈ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ഓക്കെ, ദ ഒബ്ജക്ട് ഓറിയന്റഡ് അപ്രോച്ച് ഫോക്കസ് ഓൺ ഐഡന്റിഫൈങ് ഒബ്ജക്ട് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പ്രൊസീജിയേഴ്സ്.
നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ. ഓക്കെ, ദ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് ഈസ് എ ഇൻഡയറക്റ്റ് വേ ഓഫ് സിസ്റ്റം ഡെവലപ്മെന്റ്. അപ്പൊ സിസ്റ്റം ഡെവലപ്മെന്റിന്റെ ഒരു ഇൻഡയറക്റ്റ് വേ ആണ് ഇത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു അപ്രോച്ച് നമുക്ക് എന്താണ്, ഹോളിസ്റ്റിക് വ്യൂ ഓഫ് ദ ആപ്ലിക്കേഷൻ ഡൊമൈൻ ഈസ് കൺസിഡർ ആൻഡ് ദ ഒബ്ജക്റ്റ് ആർ ഐഡന്റിഫൈ ഇൻ ദ റിലേറ്റഡ് പ്രോബ്ലം ഡൊമൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഒബ്ജക്റ്റിന്റെ റിലേഷൻസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് മോഡൽ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യണത്. ഓക്കെ, ഇനി ഈ ഒരു ഹോളിസ്റ്റിക് വ്യൂ എടുക്കുകയാണെങ്കിൽ, ഒരു പ്രോബ്ലം ഡൊമൈന്റെ ഒരു പ്രോബ്ലം വ്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, rather than considering the function requirements of a single problem given an edge to object oriented development. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റിലാണ് നമുക്ക് കൂടുതലും എന്താണ്, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫംഗ്ഷൻ റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ നമുക്ക് സ്ലോട്ടിങ് വരേണ്ട രീതിയിൽ അല്ലെങ്കിൽ ഒരു ബുക്കിംഗ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള ബുക്കിംഗ് കൊടുക്കുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ ക്ലയന്റ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ 2 ദിവസത്തേക്കുള്ള ബുക്കിംഗ് മാത്രമായിരിക്കും അവൈലബിൾ ആക്കി കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് എന്ത് വേണം, അങ്ങനെയൊക്കെ കുറച്ച് മോഡിഫിക്കേഷൻസ് ഫംഗ്ഷൻ റിക്വയർമെന്റ്സിൽ ചേഞ്ചസ് ഒക്കെ വരുന്നതൊക്കെ ഈ ഒരു ഫേസിലാണ്. ഓക്കെ, വൺസ് ദ ഒബ്ജക്റ്റ് ആർ ക്രിയേറ്റഡ്, ഒരു ടൈമിൽ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റഡ് ആയി കഴിഞ്ഞു, ദെൻ വിത്ത് ദ നീഡഡ് ക്യാരക്ടറിസ്റ്റിക്സ് ദേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ബൈ മെസ്സേജ് പാസിംഗ് ഡ്യൂറിംഗ് പ്രോബ്ലം സോൾവിങ്. ഇനി പ്രോബ്ലം സോൾവിങ്ങിന്റെ കേസിലാണ് ഇവർ തമ്മിൽ എന്താണ്, ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് മോഡലിംഗ് നമുക്ക് നോക്കാം. എവറി ഒബ്ജക്റ്റ് ഹാസ് സം ആട്രിബ്യൂട്ട്സ് ആൻഡ് ബിഹേവിയർ. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇത് നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ നമ്മൾ +2 ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഡിഗ്രി ബേസിസിലൊക്കെ നമ്മൾ ഒബ്ജക്റ്റ് എന്താണെന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലെ. എല്ലാ ഒബ്ജക്റ്റിനും എന്താണ്, അതിൻ്റെതായിട്ടുള്ള ആട്രിബ്യൂട്ട്സും ബിഹേവിയറും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഡോക്ടറിന് തന്നെ ഡോക്ടർ ഐഡി ഉണ്ടായിരിക്കും, ഡോക്ടർ നെയിം ഉണ്ടായിരിക്കും, ഡോക്ടറിന്റെ ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നൊക്കെ പറയുന്നത് അതിന്റെ ഓരോ ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. ഇനി ബിഹേവിയർ എന്ന് പറയുന്നത് ആളുടെ അറ്റൻഡൻസ് ഒരു ബിഹേവിയർ ആയിട്ട് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ആള് ആക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ള രീതിയിൽ, അന്നത്തെ ദിവസം ആള് പ്രസന്റ് ആണോ അല്ലയോ എന്നുള്ളത് അവിടെ ഒരു ബിഹേവിയർ ആയിട്ട് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എന്താണ്, ഓരോ ഒബ്ജക്റ്റിനും നമ്മൾ ആട്രിബ്യൂട്ട്സും ബിഹേവിയറും കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതിനൊരു ചെറിയ എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോ നമ്മളൊരു കാർ അല്ലെങ്കിൽ സ്റ്റുഡന്റ്, ബാങ്കിങ്, ബുക്ക്, ടീച്ചർ, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, കുറച്ച് ഒബ്ജക്റ്റുകളെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. വി ക്യാൻ പെർഫോം മെനി ഫംഗ്ഷൻ ഓൺ ഒബ്ജക്റ്റ് ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് കാറ്റഗറൈസേഷൻ. അതായത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതിനെ ഇപ്പൊ കാർ, സ്റ്റുഡന്റ് അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാർ എന്ന് പറയുന്നത് ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് അല്ലെ. സ്റ്റുഡന്റ്, ടീച്ചർ, എംപ്ലോയി എന്നൊക്കെ പറയുന്നത് വേറൊരു സെക്ഷനിൽ വരുന്നതാണ്. ബാങ്കിങ് എന്ന് പറയുന്നത് എന്താണ്, വേറൊരു സെക്ഷൻ. അങ്ങനെ അങ്ങനെ ഓരോ രീതിയിൽ നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും, അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യാനും ഒബ്ജക്റ്റിനെ ഏത് രീതിയിലാണ് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദ ഒബ്ജക്റ്റ് മോഡൽ ക്യാൻ ബി റെപ്രസെന്റഡ് ഗ്രാഫിക്കലി വിത്ത് ഹെൽപ്പ് ഓഫ് ക്ലാസ് ഡയഗ്രാം ആൻഡ് ഒബ്ജക്റ്റ് ഡയഗ്രാം. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് മോഡൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് യൂണിറ്റ് 6-ലാണ്. അപ്പൊ ആ ഒരു കേസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒബ്ജക്റ്റ് മോഡലിംഗ് നമ്മൾ എന്താണ്, ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, ക്ലാസ് ഡയഗ്രാം അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ അതാണ് ഒബ്ജക്റ്റ് മോഡലിംഗ് എന്താണെന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു. രണ്ടാമത്തേത് ഡൈനാമിക് മോഡലിംഗ് ആണ്. ഈ ഡൈനാമിക് മോഡലിംഗ് വരുമ്പോൾ എന്താണ്, അതിനകത്ത് ഡൈനാമിക്കലി ഞാൻ പറഞ്ഞു നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കുന്നത്, ഒരു ഡാറ്റയുടെ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. കൂടുതലും അതിന്റെ ടൈമിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റിനെ കുറിച്ചിട്ടോ അതിന്റെ ഒരു ട്രാൻസിഷനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ റെപ്രസെന്റ്. it is considered with the time, states and the transition from one state to another. അപ്പൊ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് അതിന്റെ ട്രാൻസ്ഫോർമേഷൻ നടക്കണേനെയാണ് നമ്മൾ ഡൈനാമിക് മോഡലിംഗ് എന്ന് പറയുന്നത്. ഇവന്റ്സ് ദാറ്റ് ട്രിഗർ ദ ട്രാൻസിഷൻ ആക്ഷൻ ദാറ്റ് ഹാപ്പൻ ആഫ്റ്റർ ഇവന്റ് ഒക്കോർ. അപ്പൊ ഇവന്റ് ഒക്കോർ ചെയ്തതിന് ശേഷമാണ് അവിടെ ആക്ഷൻ നടക്കുന്നത്, ഇൻസ്റ്റന്റീനിയസ് ആയിട്ട് ആക്ഷൻസ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസ് നമ്മൾ കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് യൂണിറ്റ് 7-ലാണ്. അപ്പൊ നമുക്കൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി അടുത്തത് ഫംഗ്ഷണൽ മോഡലിംഗ് ആണ്. ഫംഗ്ഷണൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഇൻഫോർമേഷൻ ഈസ് കൺവേർട്ടഡ് ആൻഡ് പ്രോസസ്ഡ്. ഓക്കെ, അപ്പൊ അതായത് ഒരു ഫംഗ്ഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നതിനാണ്. പ്രോസസ്ഡ് ഇൻഫോർമേഷൻ നമ്മൾ എന്ത് പറയുന്നത്, ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി ഇറ്റ് റെപ്രസെന്റ് ഹൗ ഡാറ്റ ഫ്ലോ ഫ്രം വൺ ഓപ്പറേഷൻ ടു അനദർ. ഇപ്പൊ ഒരു ഓപ്പറേഷനിൽ നിന്ന് മറ്റൊരു ഓപ്പറേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് ഡാറ്റ എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് ഡാറ്റ ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ സമ്മേഷൻ എന്നുള്ള സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമുക്ക് സം ആയിട്ട് കിട്ടും. ഇനി മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് റിസൾട്ട് സബ്ട്രാക്ഷൻ ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് അതിന് ഓപ്പറേഷൻ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് അതിന്റെ ചേഞ്ചിങ് വരുന്നത്. ഇനി ദ കംപ്ലീറ്റ് സിസ്റ്റം ഈസ് ഡിസൈൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡാറ്റ ഫ്ലോ ഡയഗ്രാം. അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് സിസ്റ്റം ഫംഗ്ഷനിങ് മോഡലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കൂടുതലും ഡാറ്റ ഫ്ലോ ഡയഗ്രാംസ് യൂസ് ചെയ്യുമ്പോഴാണ്. ഡി എഫ് ടി നമ്മൾ ഓൾറെഡി ഡിഗ്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് 8 ഇവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു DFT എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഇതിനകത്ത് കൂടുതൽ നമുക്ക് എലമെന്റ്സ് ആയിട്ടുള്ള, അതായത് എൻറ്റിറ്റീസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടായിരിക്കാം. ഓരോ എൻറ്റിറ്റി ഉണ്ടായിരിക്കും, അതിന്റെ ഡാറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യണേ, അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേഷൻസും കാര്യങ്ങളും അതിന്റെ ഫയൽ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലും ഈ ഒരു ഫംഗ്ഷനിങ് മോഡലിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് DFT-യിൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. നമ്മൾ നോക്കി എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നോക്കിയിട്ടുണ്ട്. എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈനിങ് എന്ന് നോക്കി, ദെൻ അതിന്റെ കുറച്ച് അപ്രോച്ചുകൾ നോക്കി, ദെൻ അതിന്റെ റിക്വയർമെന്റും കാര്യങ്ങളൊക്കെ നോക്കി, ദെൻ ഒരു ഫിഗർ പഠിച്ചു. അതിനുശേഷം നമ്മൾ അതിന്റെ അനാലിസിസും സിസ്റ്റം എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, അതിനുശേഷം ഒബ്ജക്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, അതിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഓവറോൾ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മൾ നമ്മുടെ ബേസിസ് ആയിട്ട് 3 മോഡൽസ് ഉണ്ട്. ഈ 3 മോഡൽസിന്റെ ബേസിലാണ് ഒരു കംപ്ലീറ്റ് സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്യണേ എന്ന് നമ്മൾ പഠിച്ചു. ദെൻ അതിന്റെ ഓരോ മോഡലുകളും നമ്മൾ നോക്കി, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ സെക്ഷനിലും പഠിക്കാനുണ്ടെന്ന് നമ്മൾ ജസ്റ്റ് അറിഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ്. ഇതെല്ലാതും ഓക്കെ ആണെന്ന് വിചാരിക്കണം. താങ്ക് യു.